എനിക്ക് റിക്വസ്റ്റ് വന്നായിരുന്നു ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമോ എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം അവരുടെ സൈറ്റിൽ കയറുക. അതിന് വേണ്ടി ഗൂഗിളിൽ പോയി ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് അടിച്ചു കൊടുക്കാം. എന്നിട്ട് അവരുടെ സൈറ്റിൽ കയറിയിട്ട് അതിൽ സൂപ്പർ ടാലൻറ്റഡ് കിഡ്, ഇൻസ്പയർ ഹ്യൂമൻ അവാർഡ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേൾഡ് റെക്കോർഡിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ഫോർ റെക്കോർഡ് എടുക്കുക. അതിൽ റൂൾസും കാറ്റഗറീസും റെഗുലേഷൻസും ക്രൈറ്റീരിയാസും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 18 വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ അവർക്ക് പേരൻ്റ് കൺസെൻറ്റ് ലെറ്ററും മറ്റും ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ അപ്ലൈ ഫോർ വേൾഡ് റെക്കോർഡ് എടുത്തിട്ട് ആദ്യം നമ്മൾ ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടി നമ്മൾ രജിസ്റ്റർ എടുക്കുക. രജിസ്റ്റർ എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഒ ടി പി വരും. അപ്പോൾ ആ ഒ ടി പി താഴെ കൊടുത്തിരിക്കുന്ന ആ ലിങ്ക് വഴി നമ്മൾ കയറിയിട്ട് ഒ ടി പി അടിച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയെന്ന് പറഞ്ഞ് നമുക്കൊരു മെയിൽ വരും. നമ്മുടെ മെമ്പർഷിപ്പ് ഐ ഡിയും കാര്യങ്ങളും മറ്റുമൊക്കെ നമുക്ക് അവർ തരും. എന്നിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ പാസ്വേഡൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ പാസ്വേഡ് ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു മെയിൽ വരും. ഈ മെയിലിനകത്ത് അവർ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കെയർഫുള്ളി വായിച്ച് നോക്കുക. പിന്നെ നമുക്ക് ഇതിൽ എലിജിബിളായി കഴിഞ്ഞാൽ നമുക്ക് 5000 രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞൊരു മെയിൽ വരും. അതിൽ നമ്മൾ അത് 5000 രൂപ എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ഫീസും അതുപോലെ തന്നെ ഒഫീഷ്യൽ പബ്ലിക്കേഷൻ ചാർജസും വെരിഫിക്കേഷനും റെക്കോർഡ് വെരിഫിക്കേഷനും ഒക്കെ മെഡലിൻ്റെയും ഒക്കെ ഫീസാണ്. അപ്പോൾ അത് നമ്മൾ അയച്ചു കൊടുക്കുമ്പോഴത്തേക്കും 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് പോസ്റ്റൽ അഡ്രസ്സ് വഴി അവർ നമുക്ക് റെക്കോർഡ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരും. പിന്നെ ഇത് കംപ്ലീറ്റ്ലി എല്ലാം വാട്സപ്പ് വഴിയാണ് നമ്മൾ വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം അയച്ചു കൊടുക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തൊരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും. കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ തരുന്ന വാട്സപ്പ് വഴി പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുക. ഫോട്ടോസും നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫോട്ടോസും ചെയ്യുന്നതിൻ്റെ വീഡിയോസും ഒക്കെ നമ്മൾ അയച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അപ്ലൈ ചെയ്യുന്നത്.